ഹലോ, ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്താലോ? ഒരു ടൊമാറ്റോ ഗാർലിക് പറാത്ത, അതും ലിക്വിഡ് ഡോ ഉപയോഗിച്ച്. നോക്കാം എങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ പറാത്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടൊമാറ്റോയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ്. വെളുത്തുള്ളി നിങ്ങൾക്ക് അല്ലാതെ ആണെങ്കിലും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മളുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ആഡ് ചെയ്യണം. നമുക്കത് കുറച്ച് വീതം ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒത്തിരി തിക്ക് ബാറ്റർ വേണ്ട. പിന്നെ ആഡ് ചെയ്യുന്ന തക്കാളിയുടെ അനുസരിച്ച് വ്യത്യാസം വരും. നാടൻ തക്കാളിയൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടെ ജ്യൂസി ആയിരിക്കും. അപ്പൊ അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. അതനുസരിച്ച് വെള്ളം കുറവ് മതി. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് കുറച്ച് വീതം വെള്ളം എന്ന് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മുടെ ബാറ്റർ ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. നല്ലപോലെ വാട്ടറി ആയിട്ട് നിൽക്കണം. നമ്മളുടെ പൊറോട്ടയുടെ മാവിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മെൽറ്റഡ് ബട്ടറോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ ബാറ്റർ പാനിലേക്ക് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിന്നായിട്ട് വരണം. തിക്കായിട്ട് വന്നാൽ അധികം പൊങ്ങില്ല. മറിച്ചിട്ടു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡ് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. സെന്ററിലോട്ട് പ്രസ് ചെയ്താൽ നമുക്ക് പൊങ്ങി കിട്ടില്ല. കണ്ടോ, നമ്മളുടെ ചുൾക്ക പോലെ പൊങ്ങി വരുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലോട്ടും നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, നല്ല ഫുൾക്ക പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡിൽ നമുക്കല്പം കൊടുക്കാം. നമ്മളുടെ യമ്മി പറാത്ത റെഡിയാണ്. നമ്മുടെ പറാത്ത ലിക്വിഡ് ഡോ റെഡിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈത്തയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ടൊമാറ്റോയുടെ പുളി ഗാർലിക്കിന്റെ ഒരു ചെറിയ എരിവും കൂടെ വരുമ്പോൾ സൂപ്പറാണ്. കൂടെ കേടും കൂടെ വന്നപ്പോൾ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.